ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ പഠിപ്പിച്ചായിരുന്ന ഒരു കുട്ടിയാണ് ട്യൂഷൻ എടുത്തായിരുന്ന. ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അതൊരു 10, 23, 24 വയസ്സുള്ള സമയത്താണ് ട്യൂഷനൊക്കെ തുടങ്ങിയത്. അപ്പോൾ കുറേ കുട്ടികൾ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ പിള്ളേർ. അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു ലെസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവന് അത്ര സുഖമില്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അവനെ കൂടി പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പഠിപ്പിക്കുന്നത് വിചാരിച്ചിട്ടല്ല അവർ ചോദിച്ചത്. അങ്ങനെ ഒന്ന് ചോദിച്ചപ്പോൾ ഞാൻ പഠിപ്പിക്കാം, ഞാൻ നോക്കാം അവനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നാൾ അവൻ എൻ്റെ അടുത്ത് ട്യൂഷന് വന്നു. അപ്പോൾ അവന് പെട്ടെന്ന് മറ്റുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെയൊന്നും ആവില്ല. എന്നാലും അന്നോട്ട് അവന് ഷാലി ടീച്ചറിനെ വിളിക്കുക. അന്നോട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ് അവന് ഭയങ്കര, അമ്മയ്ക്കായാലും. അപ്പോൾ ഇപ്പോൾ അവന് 30 വയസ്സായി. അപ്പോൾ അവർ 30ാമത്തെ വയസ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു. ഒരു മാസം മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബർത്ത്ഡേയുടെ കാര്യം, എന്തായാലും വരാണ്ടിരിക്കരുത്, അവന് വേണ്ടപ്പെട്ടവരെയും അവനെ സ്നേഹിക്കണവരെയും മാത്രമാണ് വിളിക്കുന്നുള്ളൂ, കുറച്ച് പേരായിട്ടാണ് വിളിക്കുന്നത്, അപ്പോൾ എന്തായാലും വരണം. ഞാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോകണമെന്ന് മുന്നേ തൊട്ടിട്ട് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് മോൾക്ക് പനിയായിട്ട്, നല്ല പനിയും ചുമയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് എനിക്ക് അവളുടെ വീട്ടിൽ പോകേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ഈ ബർത്ത്ഡേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് പോവാത്ത കാരണം കൊണ്ട് ഞാനിപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു ദിവസം പോകണം, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 15. അതിന് മുന്നേ ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവനവിടെ ഉണ്ടായിരുന്നില്ല, സ്കൂളിൽ പോയിക്കായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് അപ്പം ഇന്ന് ഓഗസ്റ്റ് 15ആണ്. അപ്പോൾ ഇന്നൊന്ന് പോകാമെന്ന് വിചാരിച്ചു. അവർക്കറിയില്ലെന്ന് വരുന്നത്, ഞാനിപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ എന്തായാലും ഞാനിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെയാണെന്നൊക്കെ കാണാം. അവിടെ ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയില്ല. എവിടെ ലെക്ചറുണ്ടാ? ഫോട്ടോ എടുക്കാനാ? ഫോട്ടോ എടുക്കട്ടെ? വായോ ചോദിക്കണ്ടേ, കേൾക്കും. ചോദിച്ചത് കേട്ടാ? ഡെർക്ക് ചേട്ടാ എവിടെയാണ്? ഡെർക്ക് ചേട്ടനെ ദുബായില. കാര്യം അപ്പോളേ മമ്മി പോവാറുണ്ടോ ചോദിക്കും. നേരം മമ്മി പോവാറുണ്ടോ ചോദിച്ചു കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ പോകണ്ട്, ലെസ്റ്ററിന്റെ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞു. നേരെ പിടിക്കേ. നീ സ്കൂളിൽ പോയി എന്നല്ലേ? ഇന്നലെ പോയില്ലേ? സ്കൂളിൽ പോന്നിട്ട് പഠിപ്പിക്കണേ? അതെ, നിന്റെ ബർത്ത്ഡേക്ക് കുറെ പേര് വന്നിട്ടുണ്ടായ. അപ്പൊ ഷാ ടീച്ചർ വന്നില്ലെന്ന്. എന്നിട്ട് ഇന്നലെ ഞാൻ ഒരു പാപ്പം തന്നിട്ടായിരുന്നല്ലോ, തിന്നാ കേക്ക് പോലത്തെ. കഴിച്ചാ? രസം ഉണ്ടായ? ഡെർക്ക് ചേട്ടനോട് പറയാമോ നിനക്ക്? പറയേ, ഡെർക്ക് ചേട്ടനോട് എന്നിട്ട് പറയാതെ. മൊബൈലാ? പറയാട്ടാ. പിന്നെ പിന്നെന്താ പറയേ? മൊബൈലും ഡെർക്കിനോട് വിശേഷം ചോദിക്കാല്ലേ? കല്യാണം അറിയില്ലേ? അവളൊക്കെ നിന്നെ അന്വേഷിക്കാറുണ്ട്. നിന്റെ ബർത്ത്ഡേ ആയപ്പോഴേ, ലെസ്റ്ററിന്റെ ബർത്ത്ഡേക്ക് നീർന്നിരിക്കും. എനിക്ക് മോത്തേക്ക് നോക്ക്. ലെസ്റ്ററിന്റെ ബർത്ത്ഡേക്ക് അതല്ലേ ചേച്ചിക്ക് പനിയായിട്ട് പോയി കയറുന്നു. ഞങ്ങൾ അത് കാരണം വരാൻ ഞാൻ ബർത്ത്ഡേക്ക്, അല്ലെങ്കിൽ ഞാൻ ബർത്ത്ഡേക്ക് വന്നാനെ. കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്ന വാ ആയിരിക്കും. ഹലോ എന്ന് പറഞ്ഞ വീഡിയോയില് വരാനാ പറഞ്ഞത്. ഹലോ എന്ന് പറഞ്ഞ. ഹലോ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച ഹായ് എന്ന് പറഞ്ഞ. എന്നിട്ട് നാളെ സ്കൂളുണ്ടാ? ഇന്ന് ഓഗസ്റ്റ് 15 പോയില്ലേ അല്ലേ? ഞാൻ ലഡു മേടിച്ചു കൊണ്ടുവരാട്ടാ. ലഡു മേടിക്കും. പിന്നെ ഒന്നിട്ട് വേണ്ട മൊബൈൽ. ഓക്കെ, ചേട്ടനോട് പറയാട്ടാ. നേരെ നോക്ക്. തുണി എടുത്ത് ഷാലി ടീച്ചർ അറിയോ? നീ ഓർമ്മയില്ല നിനക്ക് ട്യൂഷൻ പഠിച്ചു ചേർന്നത്? വാ, എന്തുട്ടാ പഠിപ്പിച്ചേ? ഞാൻ എന്നിട്ട് പഠിപ്പിച്ച ലെസ്റ്ററിന് എഴുതാൻ പഠിപ്പിച്ച? അത് ഓർമ്മയില്ല?
ലെസ്റ്റർ എഴുതാൻ പഠിപ്പിച്ച അതെഴുതുണ്ടാ ലെസ്റ്റർ തന്നെ എഴുതി അപ്പൊ ഗുഡ് ബോയ് എന്ന് പറയുന്നത് അമ്മ ഉയർത്തി പിടിക്കേ നീ എക്സസൈസ് ചെയ്യാറുണ്ടാ സൈക്കിൾ ചവിട്ടാറുണ്ടാ സൈക്കിളൊക്കെ ചവിട്ടിക്കൊള്ളോട്ടാ പിന്നെ നടക്കണം ഇപ്പോഴും നീ എന്താ നടക്കാൻ നമുക്ക് നടക്കാം വരെ എന്താ ആ മൂല വരെ നടക്കുക നടക്കുക പറയേ എനിക്ക് നമുക്ക് പോവാം എനിക്ക് നമുക്ക് ബേക്കറി വരെ പോയിട്ട് വരാം എന്താ ചെരുപ്പിട് അപ്പൊ ചേട്ടൻ ഡിസംബറിൽ വരും ചേട്ടൻ്റെ ഉണ്ണിയുടെ മാമൂദീസ രണ്ടുണ്ണിൻ്റെ ഒരു ഉണ്ണിക്ക് പെണ്ണുണ്ണി ഇത്തിരി വലുത് പിന്നെ ഒരു ഉണ്ണി ചെറുത് ആ ചെറിയ ഉണ്ണി നടന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും നടക്കാറില്ല അല്ലേ നടക്കാറില്ല അങ്ങനെ പെരുന്നാൾ വരും ഷൈൻ പേപ്പർ ഉണ്ടായില്ലേ പിന്നെ നീ അറിയറിയല്ലേ ചവിടുമ്പോൾ കൈ എടുക്കടാ എല്ലാരും അറിയാ പിന്നെ അത് അറിയോ പേര് പറയണട്ടാ ആരാ ഇതാരാ പറയ് ലെസ്റ്റർ എന്ന് പറയ് ലെസ്റ്റർ ഇവളുടെ പേരെന്താ നന്ദ ആരാണ് റൂബി തോമസ് വിളിക്കണ്ടല്ലോ പോയി ഇത് അമ്മ അമ്മേ ലെസ്റ്റർ അമ്മേ നിന്റെ മുഖം കാണാനില്ല കുമ്പിട്ടിരിക്കുന്ന ഇതാരാ ഷീലാന്റിയുടെ തുണി ഷീലാന്റി കഴുത്ത് മതിക്കേ ഇതേ വിളിക്കണ്ട പിന്നെയും എടുക്കണ്ട വേണ്ട വിളിക്കണ്ട അടുത്തോളം ഇതാ ഇതിന്റെ പേരെന്താ തൊട്ടു തൊട്ടു ഇവളുടെ വലിയ കുട്ടികളല്ലേ ഇവളുടെ പേരറിയോ കുഞ്ഞാമൂന്നോ ചേട്ടൻ്റെ മോളാ കുഞ്ഞാമൂന്ന് വിളിക്കാം ഞാൻ എനിക്ക് ഫോട്ടോസൊക്കെ അമ്മ അയച്ചു തന്നു എനിക്കന്ന് അപ്പൊ എനിക്ക് വരാണ്ടായപ്പോഴേ വിഷമായി അത് കാരണം വന്നത് എനിക്ക് വിഷമായി ഞാൻ നോക്കി എന്ത് രസമാണ് കാണാനായിട്ട് എല്ലാത്തിലും നല്ല ഫോട്ടോസൊക്കെ കാണാൻ നന്നായിട്ടുണ്ട് കേട്ടാ അന്ന് എങ്ങനെ തല ഉയർത്തി പിടിക്കില്ല ഇവനൊക്കെ താഴ്ത്ത് അപ്പൊ നന്ദന്റെ ഫ്രണ്ടാ നന്ദേനെ അമ്മയ്ക്ക് ഭയങ്കര ദുഃഖ അപ്പൊ അതിന്റെ 19 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട് 20 ഞാൻ കാട്ടിയിട്ടാ നന്ദേരം അതിനൊക്കെ നീ കഴിഞ്ഞ മതിയാ അപ്പൊ ബായ് നോക്കിട്ടൊന്നുമില്ല ചോറുണ്ടോ ചോറ് കൊണ്ടോളോ വരുന്ന പഴം തിന്നെ പഴം പഴം തിന്നാണ്ടാ പോവാട്ടാ ഇഞ്ഞപ്പോഴേ വരാട്ടാ